പുറത്തുള്ളോല് വേറൊരു കണ്ണോലെ കാണുന്നതാണ് എനിക്കുള്ള പ്രശ്നം. എന്താണ് അതായത് നല്ലവർക്കൊന്നും പെണ്ണ് കിട്ടൂല, അണക്കാരാ പെണ്ണ് വരിക, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണ പോലെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കാളികാവിൻ്റെ അടുത്തുള്ള ഉദരംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ശ്രീരാജിനെ കാണാനാണ്. അവനിക്ക് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീരാജിന് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവന് MR എന്നാണ് UDID കാർഡിലൊക്കെ ഉള്ളത്. അതിലുള്ള ഒരു 55% അങ്ങനെയൊക്കെയാണ്. തീർച്ചയായിട്ടും ബുദ്ധിപരമായ വിഷയമാണ്. ഇപ്പോൾ MR പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുക, പിന്നെ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ. കല്യാണം ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങട്ടെ. അപ്പോൾ ഇതാണ് ഇവരുടെ വീട് കേട്ടോ. നമുക്കിന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നവളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ വീട്. അമ്മേ, എന്തൊക്കെ വിശേഷമോ? നല്ല വിശേഷം. അമ്മ പേരെന്താ? സരോജിനി. സരോജിനി. ഇതാണ് കേട്ടോ ശ്രീരാജ്. എന്തൊക്കെ വിശേഷമോ? നല്ലത്, സുഖം, സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നിങ്ങള് അൽവാസി അബ്ബാസ് നിങ്ങളെ പേരല്ലേ? അത് ശരി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അമ്മ, ശരിക്കും ശ്രീരാജിന് എന്താ ബുദ്ധിമുട്ടുള്ള? ബുദ്ധിമുട്ട് എഴുതാനും വായിക്കാനും കുറച്ച് കുറവാണ്. അത്ര ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഇല്ല. അതുപോലെ പോവുകയൊക്കെ ചെയ്യും. പഞ്ചായത്ത് പോവും, വില്ലേജിൽ പോവും, പണിക്ക് പോവും. എന്ത് പണിക്കാൻ പോന്നെ? കൂലി, പിന്നെ തൊഴിലുറപ്പിന് പോവും. തൊഴിലുറപ്പ്, പിന്നെ ചെരുപ്പ് കടയിൽ നിൽക്കാൻ പോവും, ഒക്കെ ചെയ്യും. അല്ലാതെ പോകണേനും വരണേനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്വത കുറവുണ്ട് അല്ലേ? പക്വത എന്ന് പറഞ്ഞാല് കുറച്ച് അങ്ങനെയൊന്നുമില്ല. പുറത്തു പോയ നല്ല പക്വത, ആരോടും നല്ലതല്ലേ സംസാരിക്കുള്ളൂ. അത് ശരി. അപ്പൊ പിന്നെ എത്ര വരെ പഠിച്ചത്? 10 വരെ. അതിനുശേഷം എന്തിനാ പോയിരുന്നോ? ഇല്ല. അത് എക്സാം വേറെ ആൾ എഴുതിയതാ? സ്ക്രൈബാ? ഞാൻ സ്വയം എഴുതിയത്. നാളെ കിട്ടിയില്ല. അന്ന് ഞാൻ സ്വയം എഴുതി. സ്ക്രൈബിനെ കിട്ടിയില്ല? സ്ക്രൈബിനെ കിട്ടിയില്ല. എന്നിട്ട് ഒറ്റക്ക് എഴുതി, എന്നിട്ട് പാസ്സായ? പാസ്സായിട്ടില്ല. ഫെയിലായി. ശരി. ഓക്കെ. അപ്പൊ ശ്രീരാജിന് എത്ര വയസ്സായി? 32 വയസ്സ്. 32 അല്ലേ? 92 ജനിച്ചേ. അപ്പൊ പഠിച്ചതൊക്കെ സാധാ സ്കൂളാണോ? ഉദരംപോയിൽ 4 വരെ, പുല്ലങ്കോട് 10 വരെ. ശരി. അപ്പൊ സ്പെഷ്യൽ സ്കൂളൊന്നും അല്ലല്ലേ പഠിച്ചത്? എന്റെ അച്ഛൻ അങ്ങനെ വിടൂലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ? സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുളികയൊന്നുമില്ല. ഇപ്പൊ ഒരു ടെൻഷനുള്ള ഗുളിക കുടിക്കുന്നുണ്ട്. അച്ഛന്റെ വേർപാടിന് ശേഷം. അച്ഛൻ മരിച്ചിട്ട് എത്രയായി? 1 കൊല്ലായി. അന്ന് കുടിച്ച് സുഖമായി. ഇപ്പൊ പിന്നെ ഇപ്പൊ ഓണത്തിന് പിന്നെ കളിയൊന്നും ഉണ്ടായില്ലായിരുന്ന ഒരു ടെൻഷൻ. എന്ത് കളി? സ്കൂളിൽ ഒരു ബഡ്സ് സ്കൂളിൽ പോകണുണ്ട്. സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാണ്ട് അതിന് പോകണുണ്ട്. അവിടെ കോൽക്കളി മറ്റേതൊക്കെ ഉണ്ട്, കഴിഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബഡ്സ് സ്കൂള് കലാപരിപാടി ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ടെൻഷനായോ? ഓണത്തിന് ഇക്കൊല്ലം പൊതുവെ കലാപരിപാടി ഇല്ലല്ലോ, വയനാട്ടിലത്തെ പ്രശ്നം. അപ്പൊ ഒരു ടെൻഷൻ. ടെൻഷനാകുമ്പോ എന്താ ചെയ്യാ? ടെൻഷൻ ആകുമ്പോ ഒന്നും ചെയ്യൂല, അങ്ങനെ എവിടേക്കും പോവൂല, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് പിന്നെ സൈലന്റ് ആയിരിക്കുവാണോ ചെയ്യാ? നമുക്ക് ഇങ്ങനെ സൈലന്റ് ആയിരിക്കും. അങ്ങനെ കാണുമ്പോ നമ്മള് പിന്നെ അതിന് ടെൻഷനുള്ള ഗുളിക കുടിക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ വയലന്റ് ആകുന്ന പ്രശ്നം ഉണ്ടോ? അതൊന്നും സാധനങ്ങള് മൗനാണ്. മൗനാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ടെൻഷൻ ആകുമ്പോ മിണ്ടാണ്ടിരിക്കാ ചെയ്യാ അല്ലേ? അല്ലാണ്ട് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ 1 വർഷമായിട്ട് ഇപ്പൊ ഒരു ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം. 1 വർഷം കുടിച്ചിട്ട് കുറെ കാലം നിർത്തി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല, അച്ഛന്റെ വേർപാടില് ഒരു ആദ്യമൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇല്ല 30 വയസ്സ് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. കൊറോണ സമയത്ത് കണ്ണില് പന്ത് തട്ടി, അന്നാണ് ഒരു അസ്വസ്ഥത തോന്നിയത്. അതിനുശേഷമാണ് ഗുളിക കുടിക്കൽ തുടങ്ങിയത്. അത് അവര് കണ്ണില് കാഴ്ച കുറയും, കാഴ്ച ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവന് പേടി വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. ആ ഒരു പേടിയാണ് വന്നത്. ഇപ്പൊ അവന്റെ പേടി എന്ന് വെച്ചാൽ അവന് എവിടെങ്കിലും എന്തെങ്കിലും സ്ഥാപനത്തിലായിട്ട് ഇവരാക്കോ എന്നുള്ളത് അവന്റെ ടെൻഷനല്ലേ ഇപ്പൊ? എന്റെ കാലം കഴിഞ്ഞ 3 പെങ്ങന്മാരല്ലേ. അതെ. അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടുന്ന പറഞ്ഞ വല്ല അനാഥാലയത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കും എന്നുള്ള ഒരു ടെൻഷനാണ്. അനാവശ്യമായ ടെൻഷൻ എല്ലാം ആദ്യം ഒഴിവാക്കുക. നമ്മള് ശ്രീരാജ് നമ്മള് ഇങ്ങനെ വേണ്ടാത്ത കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരിക. അന്നേരം അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും അങ്ങനെയെല്ലാം
കൂടുതൽ ഗുളികകളൊക്കെ കുടിക്കേണ്ടി വരിക. എന്തിനാ വെറുതെ ഗുളിക കുടിക്കാതെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ നശിക്കുകയാണല്ലോ. അപ്പോൾ ആ ടെൻഷനല്ലോ ഒഴിവാക്കുക, നല്ല രീതിയിൽ ജോലിക്ക് പോവുക. കല്യാണം ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പറ്റിയ ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ ഈ ടെൻഷനൊന്നും ഉണ്ടാകരുത്. നമ്മൾ ഓരോയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയേ, ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയേ അല്ലേ? അതെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം കേട്ടാ. 100 പണി തയ്ക്കലുണ്ടേ. ആ തൊഴിലുറപ്പിന് പോയ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇവിടെ മുസ്ലിങ്ങളെ ഏരിയയാണ്, അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഓനിപ്പോ 32 വയസ്സല്ലായത്? 92-ലാണ്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? ഒരു 32 ഒക്കെ ഉള്ളതോ ആലോചിക്കാം. 32 വയസ്സ് വരെയുള്ള നമുക്ക് നോക്കാം അല്ലെ? 32 35-ന്റെ ഉള്ളിലായാലും മതി, അതിനൊന്നും കുഴപ്പമില്ല. ഏത് ജാതി ആയാലും കുഴപ്പമില്ല. നിങ്ങളെ ജാതി ഏതാ? ഹിന്ദു തീയ അല്ലെ? നമ്മൾ ജാതി നോക്കുന്നില്ല, നമുക്ക് ഏത് ജാതി ആയാലും കുഴപ്പമില്ല അല്ലെ? അതെ. അപ്പൊ നിങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലെ? ആ, അപ്പൊ നിങ്ങൾക്ക് നല്ല അറിയുന്ന ഫാമിലി ആണല്ലോ. അതെ. അപ്പൊ എന്താ ഇവനെ പറ്റിയുള്ള അഭിപ്രായം? ഓനെ പറ്റി ഓനെ നല്ല അഭിപ്രായം. ഓന് സ്പോർട്സിൽ ഭയങ്കര താല്പര്യമാണ്. അത് ഫുട്ബോള് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഓന് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അയിമലാണ് ഓന്റെ എല്ലാതും പോണ ടൈമിലാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. അല്ല വേറെ വയലന്റ് ആകുന്ന പരിപാടി ഒന്നും ഓനില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓന്റെ ചുറ്റുപാടത്തിന് നോക്കും ഒക്കെ കൈകാര്യം ചെയ്യും. അതിനൊക്കെ പ്രാപ്തിയില്ല ആൾ തന്നെയാണോ? അതെ. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടാളും തന്നെയാണല്ലോ ഇപ്പൊ? ബാക്കി 3 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് അല്ലേ? അതെ. നമ്മൾ ഈ തൊഴിലുറപ്പിന്റെ ജോലിയും പിന്നെ പെൻഷനും അങ്ങനെ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകില്ല. പിന്നെ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കുട്ടിയെ. പിന്നെ എന്താ അറിയാം, പെങ്ങന്മാർക്കൊക്കെ അത്യാവശ്യം തിരക്കടില്ലാത്തപ്പോ ഈ സ്ഥലവും വീടും ഒന്നും പോൽക്ക് ആവശ്യമില്ല. അതെ 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 അതെ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മളെ വിളിക്കും. അപ്പൊ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ദൂരം വലിയ ദൂരം പ്രശ്നം തന്നെയാണ്. കൊണ്ടെടുക്കാൻ പറ്റുന്ന കുട്ടിയാവണം. മലപ്പുറം ജില്ല തന്നെയാണ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോ നമുക്ക് നോക്കാം. എന്തായാലും ദൂരത്തിനെക്കാട്ടും എല്ലാം ഇമ്പോർട്ടന്റ് ഓനെ മനസ്സിലാക്കുന്ന ഒരാളാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ടെൻഷൻ കൊണ്ട് ദൂരം പ്രശ്നമാണെന്നൊക്കെ പറയുന്നതാണ്. എന്ന് വിചാരിച്ച് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ അവനെ മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ആളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? അത് തയ്യാറാണ്. ബുദ്ധി വേണം. ബുദ്ധി എന്ന് വെച്ചാൽ വലിയ ബുദ്ധി എന്നല്ല, ഒരു പിന്നെ പൈസേന്റെയാണ് തീരെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അപ്പം പിന്നെ പന്തളിന്റെ ഒക്കെ എല്ലാ ഇതും ഓനറിയാം. അതിന്റെ സ്കോറും മറ്റതും മറിച്ചതും ഒക്കെ അറിയാം. പക്ഷെ നമ്മളിപ്പോ ഒരു 50 ഉറുപ്പ്യ കൊടുത്തിട്ട് ബാക്കി വാങ്ങാനാണ് ഇപ്പൊ അവന് ബുദ്ധിമുട്ട്. അതിനെ പറ്റിയ കുട്ടിയാവണം എന്നുള്ളതാണ്. കുറഞ്ഞ വൈകല്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ, തീർച്ചയായിട്ടും ചെറിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾക്ക് പ്രശ്നമില്ല. അപ്പൊ ബുദ്ധിപരമായ വിഷയങ്ങളില്ലാത്ത ഒരാളായിരിക്കണം. പിന്നെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. അതിനൊക്കെ നമ്മൾ അതെ അതെ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് എന്തെങ്കിലും പറയണ്ട? അതെ, ഓനെ മനസ്സിലാക്കുന്ന ഒരാളല്ലേ. ശ്രീരാജൻ എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള ആളെയാ വേണ്ടേ? എന്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് വേണ്ടത്. എന്റെ എല്ലാ അങ്ങനെയല്ല, എന്റെ കുറവുകളൊക്കെ അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് ആവശ്യം. കാരണം ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ, പൈസേന്റെ കാര്യം ബാങ്കിൽ ഞാൻ പോവും, പഞ്ചായത്തിൽ ഞാൻ പോവും, എന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോവും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഷോക്കേസിലൊക്കെ അതൊക്കെ സ്പോർട്സ് തരത്തില് കിട്ടിയതാണ്. ആ മെഡല് പിന്നെ കപ്പുകള് എല്ലാതും. ഇനിയിപ്പോ പഠിച്ച സ്കൂളിന്റെ കീഴിൽ തന്നെ ഇനിയിപ്പോ നാളെ തുടങ്ങി എനിക്ക് ഒഴിവില്ല. കാരണം കോൽക്കളി സ്റ്റാർട്ടിങ് ആകാൻ പോവാണ്. അത് ബഡ്സ് സ്കൂളിന്റെ കഴിഞ്ഞ വർഷം ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരിലാണ് ഞങ്ങൾക്ക് 2ാം സ്ഥാനം പോയത്. കോല് പൊട്ടിയ ഇതോടുകൂടി അങ്ങനെ അല്ലാത്ത പ്രശ്നം. പക്ഷെ ഇതെന്താ വെച്ചാൽ എന്താ പറയാ, പുറത്തുള്ളോല് വേറൊരു കണ്ണോലെ കാണുന്നതാണ് എനിക്കുള്ള പ്രശ്നം. അതായത് നല്ലവർക്കൊന്നും പെണ്ണ് കിട്ടൂല, അണക്കാരാ പെണ്ണ് വരിക, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണ പോലെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ട്. അതെ അതെ, ആ ഒരു ചിന്താഗതിയൊക്കെ പിന്നെ ഉള്ള പലരും ഉണ്ട്. നമ്മൾ അതിനെതിരെ നീന്തുന്നവരാ അല്ലെ? അങ്ങനെയുള്ള ആളുകളെ തേടി പിടിച്ച് ഓരോ കല്യാണം നടത്തുക എന്നുള്ളതല്ലേ നമ്മളെ ലക്ഷ്യം. അപ്പൊ പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ശ്രമിക്കുക. അതെ, ഇപ്പോഴത്തെ കാലം ഒരുപാട് പേരുടെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, നമ്മളെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാ. എന്റെ കൂടെ നിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, പൈസ കണക്കും കുറച്ച് ബാങ്കുമായിട്ടും അതേമാതിരി പുറത്തത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കുട്ടിയായാലും മതി. അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും അതേ പറയാനുള്ളൂ. കാരണം ഇപ്പൊ അച്ഛനില്ല, ഞാൻ അമ്മേന്റെ കാലം കൂടി കഴിഞ്ഞാ ഞാൻ ഒറ്റപ്പെടൂലേ.
അതെ. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അങ്ങനെ സമൂഹത്തില് ശ്രീരാജ് ഒറ്റപ്പെടുവൊന്നുമില്ല, അത് വേറെ കാര്യം. എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ കണ്ടെത്തണം അല്ലേ? അതൊരു കാര്യമാണ്. അപ്പൊ അവനിക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഈ ലപ്പരം മുന്നേ എന്തെന്നാലേ അതെ, അത്രയും ഓക്കെയാണ്. അപ്പൊ ബുദ്ധിപരമായ പ്രശ്നമൊന്നും അവനെ പറയാനില്ല. എനിക്ക് ചെറിയൊരു മറവിക്കോ അങ്ങനെ ചെറിയൊരു വിഷയങ്ങൾ, ഈ ബുദ്ധി പ്രശ്നം എന്നൊക്കെ പറയാൻ അതന്നെ ടീച്ചർ പറയാനക്ക് പിന്നെ പഠിക്കണ കാര്യത്തിലുള്ളു കുറച്ച് ഇതുള്ളൂ, വേറെ കാര്യമൊക്കെ വേഗം പഠിച്ചെടുക്കുമല്ലോ. അതെ, എനിക്കെല്ലാം ഓർത്തോർത്ത് പറയാനുള്ള ഇതില്ലടാ, അത് തന്നെയല്ലേ ബാക്കിയൊക്കെ. അത് ഉണ്ടായാൽ മതി, വേറെ ഇപ്പൊ എന്താ. ഇപ്പൊ പൈസേൻ്റെതും ഈ പിന്നെ പഠന വൈകല്യം എന്നുള്ളൊരു വിഷയം കൊണ്ട് തന്നെയാണ് അതും വരുന്നത്. പൈസ ഒന്നും ഓർത്ത് പറയാൻ പറ്റാത്തതൊക്കെ. അതൊക്കെ മനസ്സിലാക്കുന്ന ആള് തന്നെ ആവട്ടെ അല്ലേ? അതെ. പിന്നെ അമ്മ, നമ്മള് ഈ സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടല്ലോ, ആദ്യ വിവാഹം തന്നെയാണോ നോക്കുന്നത്? സെക്കൻഡ് മാരേജ് നോക്കാം. അതില് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുള്ളവരാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ മക്കള് ബാധ്യത ഇല്ലാത്തയാണോ നമുക്ക് വേണ്ടിയ? മക്കളുള്ളതിന് നമുക്ക് ആണോ ശ്രീരാജ് പറ. ഞാൻ പറയണ അത് കുറച്ച് അത് വേണ്ടല്ലേ? എന്താ വെച്ചാൽ എന്താരോ അത് നമ്മള് കെട്ടിക്കേണ്ടി വരും. അവൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിക്ക, അതാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയുന്ന ആളെയാണ് നമുക്ക് വേണ്ടി. അത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ബാധ്യതകൾ ഇല്ലാത്ത രണ്ടാം വിവാഹമാണേ നമുക്ക് പ്രശ്നമില്ല അല്ലേ? കുട്ടികളില്ലാത്ത കുട്ടികൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തതാണോ എനിക്ക് വേണ്ടി? തീർച്ചയായും തീർച്ചയായും. അല്ല, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞതേ ഉള്ളൂ. ആദ്യ വിവാഹത്തിന് തന്നെയാണ് മുൻഗണന. പിന്നെ ഈ ഒരു വയസ്സിന്റെ ഇപ്പൊ നിങ്ങളെ ഇതില് പിന്നെ വയസ്സ് കുറച്ച് ആയിട്ടല്ലേ കിട്ടുക? പ്രശ്നമൊന്നുമില്ല. അതെ, 2 വയസ്സ് കൂടിയതായ കുഴപ്പമൊന്നുമില്ല. അതെ, അമ്മേന്റെ കാലം കഴിയുമ്പോഴേക്ക് വരണതോണ അങ്ങനെ ഒന്നും പേടിക്കണ്ട. അമ്മേന്റെ കാലം ഇപ്പൊ അമ്മയല്ല ഒരുപാട് വർഷം ഉണ്ടാവും. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളെല്ലാരും നല്ല ഇതിൽ ജീവിക്കണം. അങ്ങനെ വരാൻ പോകുന്നതിനെ പറ്റി നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് ടെൻഷൻ ആയാലാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക. ഓരോ അസുഖങ്ങളൊക്കെ വന്ന് വെറുതെ ഗുളിയൊക്കെ കുടിക്കേണ്ടി വരും. എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? നാളത്തെ ഒരു കാര്യം നമ്മളെ കയ്യിലില്ല. ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ കൊറോണന്റെ ടൈമില് മഞ്ചേരി കുറച്ച് കടന്നു, അതിലെന്തോ കണ്ട് പേടിച്ച്. മഞ്ചേരി എന്തിനായിരുന്നു? കണ്ണിന്റെ വിഷയമായിട്ട്. അതെ, പന്തളിച്ചതാണേല് മണലും കൂട്ടി അടിക്കാണ്ട് കാഴ്ച പോകുന്നില്ല, പേടിയുണ്ട്. അങ്ങനെ ഒരു വിഷയമാണ്. 30 വയസ്സ് വരെ ഉണ്ടായിട്ടില്ല കൊറോണ. 92 പ്രസവിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം നമുക്ക് സംഭവിക്കാനുള്ള എല്ലാം അങ്ങനെ വരും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇനിയുള്ളത് ഈ ടെൻഷനല്ലോ ഒഴിവാക്കി ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടാ. ഓക്കെ, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു കുട്ടീനെ കണ്ടെത്തി തരണം. അതെ 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 അതെ. നമ്മള് വീഡിയോ കണ്ടിട്ട് അങ്ങനെ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും മുമ്പോട്ട് വരട്ടെ. അല്ലാതെ ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. 3 പെങ്ങന്മാരുണ്ട്, അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ല. വേറെ കുട്ടികളൊക്കെ ജോലിക്കാരാണ്, അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്റെ മോള് പറയും ഇപ്പൊ അങ്ങ് വിളിച്ചില് എന്തായാലും ഞങ്ങള് പട്ടിണിക്ക് ഇടൂല, എല്ലാ കാര്യങ്ങളും നോക്കും. അതെ. പിന്നെ അമ്മ വേറൊരു കാര്യം വെച്ചാല് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം. എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. നല്ലപോലെ അന്വേഷിച്ച് മാത്രം നിൽക്കുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് ശ്രീരാജിനെ പറ്റി നല്ല രീതിയിൽ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് വരിക. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് വീഡിയോ കണ്ടതിൻ്റെ കയ്യിൽ പെട്ടെന്ന് വന്ന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഡിവോഴ്സായി പോകുന്ന രീതി ആവരുത്. മനസ്സിലാക്കി മാത്രം വരിക കേട്ടോ അമ്മേ. എന്നാ ആയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ എന്നാല്. ഇക്കാ ആയിക്കോട്ടെ, എന്നാലും ഒരുപാട് സന്തോഷം. നിങ്ങളെ നമ്പർ നിങ്ങളെ ഇവർക്ക് കൊടുത്തല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും അബ്ബാസ് ഖാനെ പോലെയുള്ള അയൽവാസികളാണ് നമ്മൾ ഓരോ സ്ഥലത്തും എത്താനൊക്കെ കാരണം കേട്ടോ. അബ്ബാസ് ഖാനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നവര്. ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് മുപ്പരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആണ് എനിക്ക് പലയിടത്തിലും എത്താൻ പറ്റുന്നത്. അല്ലാണ്ട് ഞാൻ ഒറ്റക്ക് വിചാരിച്ച ഈ ചാനലും ഇതിലുള്ള പോലെ കല്യാണം ഒന്നും നടക്കൂല. അബ്ബാസ് ഖാനെ പോലെയുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ചാനലിന്റെ പിന്നിൽ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും അബ്ബാസ് ഖാനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് തയ്യാറായിട്ട് മുമ്പോട്ട് വരണം. നമ്മളെ മക്കളെ എവിടെ ഉണ്ട്, നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളായിക്കോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരായിക്കോട്ടെ, അങ്ങനെ എന്ത് കല്യാണം നടക്കാണ്ട് വിഷമിച്ച് വെക്കുന്ന ആരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ശ്രീരാജിന്റെ കല്യാണം നടക്കട്ടെ. ആയിക്കോട്ടെടാ. ഓക്കെ.
അബ്ബാസ് കാ അസ്സലാമു അലൈക്കും.